വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടം. ഇന്ന് നമുക്ക് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി നോക്കാം. ടെറിയാക്കി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെറിയാക്കി ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇനി കുറച്ച് ബോണൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിവതും ബോൺലെസ് ചിക്കൻ എടുക്കാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. അതായത് ഇത് സോയാ സോസിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കും, അതുകൊണ്ട് തന്നെ അതിന് ഉപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു മുട്ടയുടെ മഞ്ഞക്കരു, ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ നമുക്ക് എടുക്കാം. എന്നിട്ട് ഓരോ ചിക്കൻ പീസും എടുത്ത് മൈദയിൽ കോട്ട് ചെയ്യണം. അതിൻ്റെ പൊടിയൊക്കെ ശരിക്കും കുടഞ്ഞ് കളയാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും എണ്ണയിലൊക്കെ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് കുടഞ്ഞെടുക്കുക. എന്നാൽ നല്ലവണ്ണം കോട്ടാവുകയും ചെയ്യണം. ആ രീതിയിൽ എല്ലാ ചിക്കനും നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ടെറിയാക്കി സോസ് തയ്യാറാക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സോസിനകത്ത് ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് സോയാ സോസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ ഇട്ടാലും മതി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോയാ സോസിന് നല്ലവണ്ണം ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ചിക്കന് നമ്മൾ ആദ്യമേ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്ന് പറഞ്ഞാൽ. നോർമലി നമ്മൾ അത്രയും ചിക്കൻ എത്ര ഉപ്പ് ചേർക്കുമോ അതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടെറിയാക്കി സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ എടുക്കാതിരിക്കുവാണ് നല്ലത്. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ, അതായിരിക്കും നല്ലത്. ഇനി ചിക്കൻ്റെ പീസസ് 80% ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലവണ്ണം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പം ചിക്കൻ മുഴുവനും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചധികം ഓയിലുണ്ട്. നമുക്ക് ആ ഓയിലൊന്ന് മാറ്റിയിട്ട് വീണ്ടും ആ പാനിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഈ ചിക്കനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിക്കേണ്ട, 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് പിന്നീട് വെജിറ്റബിൾസ് ഇടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വേണം. പിന്നെ ചിക്കൻ പീസസ് നല്ലവണ്ണം ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ആയിട്ട് ഈ സോസിൽ കിടന്നൊന്ന് കുക്കാവണം. 80% കുക്കായതായിരുന്നു ചിക്കൻ പീസസ് ഓൾറെഡി. അപ്പോൾ ഇതിൽ കിടന്ന് ബാക്കിയും കൂടി കുക്കായി കിട്ടും. ഈ സോസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൂടി ചിക്കനിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഫുൾ ഡ്രൈ ആവണ്ട, കുറച്ച് സോസ് അതിൽ വേണം. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഫുൾ ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്വല്പം സോസ് ഇങ്ങനെ അതിനകത്തൊരു ഗ്രേവി പോലെ ഉണ്ട്. ആ ഒരു കണ്ടീഷനായപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്യുവാണ്. കുറച്ചൊരു ഗ്രേവി അതിലുണ്ട് ഇപ്പോൾ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റ് എള്ള്, അതായത് സെസ്മേ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉള്ളവരിടുക. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വെള്ള എള്ളാണിത്. ഇതിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടെറിയാക്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ശരിക്കും റൈസിനൊരു സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഈ ഒരു സോസിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ആ ചിക്കൻ ഞാൻ കോരി ആ പാനിലേക്ക് തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുവാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒണിയൻ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വെജിറ്റബിൾസ് എടുക്കാം. ആ സോസിൽ തന്നെ ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. കുറച്ച് സോസ് പാനിലുണ്ട് അതിൽ. പിന്നെ ഇനി നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുമുണ്ട്. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യമേ ഇടാം. അതൊരു പകുതി കുക്കായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് ഒണിയനും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ടെറിയാക്കി സോസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ടെറിയാക്കി സോസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായാൽ മതി. ആ ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടെറിയാക്കി ചിക്കനും അതിന് കോമ്പിനേഷനായിട്ടുള്ള വെജിറ്റബിൾസും റൈസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു ചിക്കനാണിത്. എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്